അന്ത്യകാലത്തിന്റെ അല്ലെങ്കിൽ അവസാന നാളുകളുടെ അടയാളം എന്താണ്? വലിയ യുദ്ധങ്ങൾ, ജനത ജനതയ്ക്കെതിരെയും രാജ്യം രാജ്യത്തിനെതിരെയും എഴുന്നേൽക്കുമെന്ന് യേശു മുൻകൂട്ടി പറഞ്ഞു. മത്തായി 24:7. അതുപോലെ യുദ്ധത്തെ കുറിക്കുന്ന ഒരു ആലങ്കാരിക കുതിരക്കാരൻ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തുകളയുന്നതിനെക്കുറിച്ച് വെളിപാട് 6:4 പറഞ്ഞിട്ടുണ്ട്. ക്ഷാമം, ഭക്ഷ്യക്ഷാമങ്ങളുണ്ടാകും എന്ന് യേശു പറഞ്ഞിരുന്നു. മത്തായി 24:7. വലിയ ക്ഷാമത്തിനിടയാക്കുന്ന മറ്റൊരു കുതിരക്കാരന്റെ സവാരിയെക്കുറിച്ച് വെളിപാട് പുസ്തകവും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. വെളിപാട് 6:5-6. വലിയ ഭൂകമ്പങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായി പല സ്ഥലങ്ങളിൽ ഭൂകമ്പങ്ങളുണ്ടാകുമെന്ന് യേശു മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. മത്തായി 24:7, ലൂക്കോസ് 21:11. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ടാകുന്ന ഇതുപോലുള്ള വലിയ ഭൂകമ്പങ്ങൾ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത അളവിലുള്ള ജീവനാശവും കഷ്ടപ്പാടുകളും വരുത്തിവെക്കുന്നു. രോഗങ്ങൾ, യേശു പറഞ്ഞതനുസരിച്ച് മഹാമാരികൾ അല്ലെങ്കിൽ മാരകമായ പകർച്ചവ്യാധികൾ ഉണ്ടാകും. ലൂക്കോസ് 21:11. കുറ്റകൃത്യങ്ങൾ, നൂറ്റാണ്ടുകളായി കുറ്റകൃത്യങ്ങളുണ്ടെങ്കിലും അവസാനകാലത്ത് നിയമലംഘനം വർദ്ധിച്ചുവരുമെന്ന് യേശു മുൻകൂട്ടി പറഞ്ഞു. മത്തായി 24:12. അന്ത്യകാലത്തിന്റെ അല്ലെങ്കിൽ അവസാന നാളുകളുടെ അടയാളം എന്താണ്? വലിയ യുദ്ധങ്ങൾ, ജനത ജനതയ്ക്കെതിരെയും രാജ്യം രാജ്യത്തിനെതിരെയും എഴുന്നേൽക്കുമെന്ന് യേശു മുൻകൂട്ടി പറഞ്ഞു. മത്തായി 24:7. അതുപോലെ യുദ്ധത്തെ കുറിക്കുന്ന ഒരു ആലങ്കാരിക കുതിരക്കാരൻ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തുകളയുന്നതിനെക്കുറിച്ച് വെളിപാട് 6:4 പറഞ്ഞിട്ടുണ്ട്. ക്ഷാമം, ഭക്ഷ്യക്ഷാമങ്ങളുണ്ടാകും എന്ന് യേശു പറഞ്ഞിരുന്നു. മത്തായി 24:7. വലിയ ക്ഷാമത്തിനിടയാക്കുന്ന മറ്റൊരു കുതിരക്കാരന്റെ സവാരിയെക്കുറിച്ച് വെളിപാട് പുസ്തകവും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. വെളിപാട് 6:5-6. വലിയ ഭൂകമ്പങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായി പല സ്ഥലങ്ങളിൽ ഭൂകമ്പങ്ങളുണ്ടാകുമെന്ന് യേശു മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. മത്തായി 24:7, ലൂക്കോസ് 21:11. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ടാകുന്ന ഇതുപോലുള്ള വലിയ ഭൂകമ്പങ്ങൾ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത അളവിലുള്ള ജീവനാശവും കഷ്ടപ്പാടുകളും വരുത്തിവെക്കുന്നു. രോഗങ്ങൾ, യേശു പറഞ്ഞതനുസരിച്ച് മഹാമാരികൾ അല്ലെങ്കിൽ മാരകമായ പകർച്ചവ്യാധികൾ ഉണ്ടാകും. ലൂക്കോസ് 21:11. കുറ്റകൃത്യങ്ങൾ, നൂറ്റാണ്ടുകളായി കുറ്റകൃത്യങ്ങളുണ്ടെങ്കിലും അവസാനകാലത്ത് നിയമലംഘനം വർദ്ധിച്ചുവരുമെന്ന് യേശു മുൻകൂട്ടി പറഞ്ഞു. മത്തായി 24:12.